ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു പലഹാരമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യാനുസരണത്തിന് ഒരു ടീസ്പൂൺ ഉപ്പ്, ഞാൻ ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്കത് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കൂടുതൽ ഇടാം, അതല്ലെങ്കിൽ കുറയ്ക്കാം കേട്ടോ. അതിന് ശേഷം കുറച്ച് പച്ചവെള്ളം, ഞാൻ പച്ചവെള്ളം കൊണ്ടാണ് കുഴച്ചിരിക്കുന്നത് ഇവിടെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇളം ചൂടുവെള്ളം കൊണ്ട് കുഴയ്ക്കാം. അപ്പോൾ ഒരു മയം വരും. എന്നാലും ഇത് ആവിയിൽ വേവിക്കാനുള്ളതല്ലേ. അങ്ങനെ കുഴച്ച് ചപ്പാത്തിക്ക് ചൂടുന്ന അതേ വലിപ്പത്തിലുള്ള ബൗളാക്കിയിട്ട് നമ്മളിത് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുത്തു കേട്ടോ. ഇതാ വേവിച്ചെടുക്കുന്നു. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഷ്ണാക്കി നുറുക്കിയെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതാ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, അതിൽ കുറച്ച് കടുക്, അതുപോലെ തന്നെ ചതച്ച് വെച്ച വറ്റൽമുളക്, ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില എല്ലാം കൂടിയിട്ട് നന്നായി വഴറ്റുക. ഈ വഴറ്റി അതിലേക്ക് നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ നുറുക്കി വെച്ച ഗോതമ്പിൻ്റെ കഷ്ണാക്കി വെച്ചതില്ലേ അതിടുക. നല്ലൊരു രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. വൈകുന്നേരം ഉണ്ടാക്കാം, കുട്ടികൾക്ക് കൊടുക്കാം, വലിയവർക്കൊക്കെ കൊടുക്കാം. ഷുഗർ പേഷ്യൻറ്റുകൾക്കൊക്കെ നല്ലതാണത്. എന്താ വെച്ചാൽ അത് ഗോതമ്പല്ലേ, അരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പലഹാരം റെഡി.